ഇടുക്കിയിൽ കൊളുക്കുമല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ ഈയിടെയായിട്ട് ചില അപകടങ്ങൾ കൂടുന്നുണ്ട്. ഇടുക്കി കൊളുക്കുമലയിൽ യുവാവ് കൊക്കയിലേക്ക് വീണു. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാര സംഘത്തിലെ യുവാവാണ് അപകടത്തിൽപ്പെട്ടത്. കൊളുക്കുമല സിംഹപാറയിലാണ് സംഭവം. ആത്മഹത്യാ ശ്രമമാണോ എന്ന് സംശയിക്കുന്നുണ്ട്. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, എപ്പോഴാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്? സാധാരണ അവിടെ അങ്ങനെ ആകസ്മികമായ ഒരു അപകടം നടക്കാൻ പറ്റുന്ന സ്ഥലമല്ല. നേരത്തെ ഒരു ആത്മഹത്യ അവിടെ നടന്നിരുന്നു. ആത്മഹത്യാ ശ്രമമാണ് എന്നാണോ കരുതുന്നത്? സംഘാംഗങ്ങൾക്കൊപ്പം എത്തി ഒറ്റയ്ക്ക് പോയി വീഴുകയായിരുന്നോ കൊക്കയിലേക്ക്? ആത്മഹത്യാ ശ്രമമാണെന്നൊരു സംശയമുണ്ട് അരുൺ. കാരണം അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ യുവാവ് വലിയ കൊക്കയിലേക്കാണ് പതിച്ചിരിക്കുന്നത് എന്ന പ്രാഥമികമായിട്ടുള്ള വിവരമാണ് കൊളുക്കുമലയിൽ നിന്ന് ലഭ്യമാവുന്നത്. കൊളുക്കുമല സിംഹപ്പാറയിലായിരുന്നു ഈ ചെന്നൈ സ്വദേശിയായിട്ടുള്ള കാർത്തിക്കും മറ്റ് കൂട്ടുകാരും അവിടെ എത്തുകയും ചെയ്തത്. ഇന്നലെ അവിടെ എത്തിയ ശേഷം ഇന്ന് രാവിലെയാണ് ഈ സിംഹപ്പാറ എന്ന സ്ഥലത്തേക്ക് ഇവർ എത്തുന്നത്. ആ പാറയിൽ കയറി നിൽക്കുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് അവിടെ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. തലകറങ്ങി വീണതാണെന്നും ആത്മഹത്യാ ശ്രമമാണെന്നും അവിടെയുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. കാരണം വലിയ കൊക്കയിലേക്കാണ് വീണിരിക്കുന്നത്. ഒരു മാസം മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ മറ്റൊരു യുവാവും വീഴുകയും ചെയ്തിരുന്നു. അന്ന് ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷമാണ് ആ മൃതദേഹം താഴെ നിന്നും കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ യുവാവ് പതിച്ചിരിക്കുന്നതും തമിഴ്നാട് ഭാഗത്തേക്കാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഫയർഫോഴ്സ് കൂടി എത്തിയാൽ മാത്രമാണ് രക്ഷാപ്രവർത്തനം നടത്താനാകൂ എന്നാണ് പറയുന്നത്. ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിപ്പെടാനും വലിയ രീതിയിൽ ദുഷ്കരമാണ് എന്ന കാര്യം പറയുന്നുണ്ട്. എന്തായാലും രാജാക്കാട് ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ശാന്തമ്പാറയിൽ നിന്നുള്ള പോലീസ് സംഘവും സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഡ്രോണിന്റെ ഉൾപ്പെടെ സഹായത്തോടെ മാത്രമാണ് ഈ യുവാവിനെ അവിടെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അല്പസമയം കാത്തിരിക്കേണ്ടി വരും ഈ യുവാവിനെ കണ്ടെത്താൻ. എന്തായാലും മുകൾ ഭാഗത്തുനിന്ന് നോക്കിയിട്ടും ഇയാളെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന് തന്നെയാണ് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസും ഫയർഫോഴ്സും അടങ്ങുന്ന സംഘം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രാഥമികമായി പോലീസ് പറയുന്നത് 2 സംശയങ്ങളാണ്. അതിലൊന്ന് ഈ കാർത്തിക് താഴേക്ക് വീഴാൻ കാരണം തലകറങ്ങിയതാണെന്ന് പറയുന്നു, മറ്റൊന്ന് ആത്മഹത്യാ ശ്രമമാണെന്ന് പറയുന്നു. എന്തായാലും 2 കാരണം എന്താണെങ്കിലും യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തന്നെ നടക്കുകയാണ്. അതുകൂടാതെ അവിടെയുള്ള ആളുകളും ഈ താഴേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പ്രതിസന്ധിയായി മാറുന്നത് വലിയ ആഴത്തിലുള്ള കൊക്കയാണ് എന്നതാണ് അരുൺ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. കൊളുക്കുമല അത്രമേൽ സുന്ദരമായ ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് രാവിലെ സൂര്യോദയം ഒക്കെ കാണുമ്പോൾ മനോഹരമായ കാഴ്ചയാണ് കൊളുക്കുമലയിൽ. പക്ഷേ അവിടെ ഇങ്ങനെയൊരു അപകടം, ഇപ്പോൾ 2ാമത്തെ അപകടമാണ് അടുത്തിടെ സംഭവിക്കുന്നത്.